ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സവാരി ചെയ്യുകയാണ്. ഇടക്ക് മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് കയറി. എന്നിട്ട് അവിടുന്ന് 2 അറാക്കിൻ്റെ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് കൊണ്ടുവന്നു. ഒന്ന് നല്ല നീണ്ടതാണ്, മനോഹരമാണ് കാണാൻ, മറ്റത് വളഞ്ഞതാണ്. അങ്ങനെ വളഞ്ഞ അറാക്കിൻ്റെ കഷ്ണം സ്വന്തമായി എടുത്ത് നല്ലത്, രസമുള്ളത് തൻ്റെ പ്രിയപ്പെട്ട സഹയാത്രികന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയപ്പോൾ കൂടെയുള്ള സഹയാത്രികൻ ആശ്ചര്യപ്പെട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അതിൽ ഏറ്റവും നല്ലത്, നീണ്ടത് കൈവശപ്പെടുത്താൻ ഏറ്റവും യോഗ്യൻ താങ്കളല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുദൂതരുടെ മറുപടി, അല്ല സഹോദര, കാരണം ഒരല്പസമയത്തേക്കാണെങ്കിൽ പോലും സൗഹൃദത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. സമാനമായി മറ്റൊരു ഹദീസ് ഓർമ്മ വരികയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ, തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള സാധനങ്ങൾ തൻ്റെ സഹോദരനും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് തിരുദൂതർ പറയുകയാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരായിരുന്നു തിരുദൂതരും സ്വഹാബത്തും. നമ്മളും അങ്ങനെയാവണം. തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബ്.